നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ 5 ഇസ്രയേലി സൈനിക താവളങ്ങളിൽ ആഘാതമേൽപ്പിച്ചിരുന്നതായി റിപ്പോർട്ട്. ഒരിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ച ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യമായാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ടെൽനോഫ് വ്യോമതാവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം, കൂടാതെ സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം എന്നിവിടങ്ങളിലടക്കമാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതമേൽപ്പിച്ചിരുന്നതെന്ന് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 6 റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചത്. കൂടാതെ ഇസ്രയേലിന്റെയും യുഎസിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് മറ്റ് 36 മിസൈലുകൾ ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് 28 പേരുടെ മരണത്തിനിടയാക്കുകയും 240 കെട്ടിടങ്ങൾക്കും 2 സർവകലാശാലകൾക്കും 1 ആശുപത്രിക്കും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. 13,000-ലധികം ഇസ്രയേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം 500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെങ്കിലും ഇതിൽ ഭൂരിപക്ഷവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 1100 ഡ്രോണുകൾ ഇറാൻ വിക്ഷേപിച്ചതിൽ 1 മാത്രമാണ് ഇസ്രയേലിനുള്ളിൽ ആഘാതമുണ്ടാക്കിയത്. പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധത്തിൽ 7ാം ദിവസത്തോടെ ഏകദേശം 16% മിസൈലുകൾ ഇസ്രയേലിന്റെയും യുഎസിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നെത്തിയെന്നാണ് ഡാറ്റകൾ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് വ്യക്തമാക്കിയത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടിരുന്നുവെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത് ഇസ്രയേൽ പ്രതിരോധ സേന നിഷേധിച്ചിട്ടുമുണ്ട്. ഭീഷണി നേരിടുവാൻ ആവശ്യമായ എത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ ഇറാൻ മിസൈലുകൾ മാറ്റി ഉപയോഗിച്ചതായും പ്രതിരോധത്തിന്റെ വിള്ളൽ വീഴ്ത്തിയിരിക്കാമെന്നും ടെലിഗ്രാഫ് അനുമാനിക്കുന്നു. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നതായി IDF സ്ഥിരീകരിച്ചിരുന്നു. ഇത് കൂടുതൽ ആഘാതമേൽപ്പിച്ചിരുന്നതായി വിലയിരുത്തുന്നു. 5 IDF താവളങ്ങൾ ആകെ 6 റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പഴയതും എന്നാൽ വ്യോമസേനയുടെ പ്രധാനപ്പെട്ടതുമായ ടെൽനോഫ് എയർബേസ്, ഗ്ലിലോട്ട് ഇന്റലിജൻസ് ബേസ്, ഡിപ്പോറിറ്റിയിലെ ആയുധ നിർമ്മാണ കേന്ദ്രം എന്നിവയടക്കം ഇതിലുൾപ്പെടും. 6 റോക്കറ്റുകൾക്ക് പുറമെ ഇസ്രയേലിന്റെയും US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നും 36 മറ്റ് മിസൈലുകൾ കൂടി ഇസ്രയേലിനുള്ളിൽ പതിച്ചു. ഇതിൽ 28 പേർ കൊല്ലപ്പെടുകയും 2305 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 2 സർവകലാശാലകളും 1 ആശുപത്രിയും ഇതിൽ ഉൾപ്പെടുന്നു. 13,000-ലധികം ഇസ്രയേലികളാണ് ആക്രമണം മൂലം വീട്ടിൽ നിന്നിറങ്ങുവാൻ നിർബന്ധിതരായത്. ഇസ്രയേലിന് നേരെ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചതെങ്കിലും അധികവും തടുക്കുവാനായി. 1100 ഡ്രോണുകൾ വിക്ഷേപിച്ചതിൽ 1 മാത്രമാണ് ഇസ്രയേലിനുള്ളിൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ദിവസം തോറും കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചതായി പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാൻ ഇറാൻ മിസൈലുകൾക്കായി എന്ന് പറയുന്നില്ല. അതേസമയം ഇസ്രയേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രയേൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. ഇറാന് ഉപകാരനാകുമെന്ന് കണ്ടാണ് ഇസ്രയേലിന്റെ ഈ നീക്കം. എന്നാൽ ടെലഗ്രാഫ് റിപ്പോർട്ടിനോട് IDF ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേലുമായുള്ള സംഘർഷത്തിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ അലി ഖമനേയി എത്തിയിരുന്നു. സെൻട്രൽ തെഹ്റാനിൽ മുഹറവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലായിരുന്നു ഖമനേയി പ്രത്യക്ഷപ്പെട്ടിരുന്നത്. പരിപാടിയിൽ പങ്കെടുത്തുവെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുകയോ പൊതുപ്രസ്താവനകളോ നടത്തിയിട്ടില്ലെന്ന് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖമനേയി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന ജനക്കൂട്ടത്തിന് നേരെ കൈവീശുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. ഇസ്രയേലുമായി സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഖമനേയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കിയിരുന്നു. ജൂൺ 22-ന് ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇസ്രയേൽ ആക്രമണങ്ങളിൽ പങ്കുചേർന്ന അമേരിക്ക ഖമനേയിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിയൻ നേതാവ് എവിടെയാണെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നായിരുന്നെന്നും എന്നാൽ അദ്ദേഹത്തെ വധിക്കുവാൻ പദ്ധതിയില്ല എന്നുമാണ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അമേരിക്ക സമ്മതമൂളിയാൽ ഖമനേയിയെ വധിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു.
അതേസമയം ഭീഷണികളെ തള്ളിക്കളഞ്ഞ അദ്ദേഹം ജൂൺ 26-ന് സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലൂടെ കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആഹ്വാനം നിരസിക്കുകയും ചെയ്തിരുന്നു. ഖത്തറിലെ US വ്യോമത്താവളം ആക്രമിച്ചതിലൂടെ അമേരിക്കയുടെ മുഖത്തൊരു അടി നൽകിയെന്നും വ്യക്തമാക്കി. 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ജൂൺ 24-നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത്. ഇതിനിടെ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ അംഗം ഡാനിയൽ എഡ്രി ആത്മഹത്യ ചെയ്തു. ജന്മനാടായ സഫീദിനടുത്തുള്ള ബിരിയാന വനത്തിൽ വെച്ചുമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. കടുത്ത മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യ. ലബനനിലെയും ഗാസയിലെയും ഡ്യൂട്ടിക്കിടയിലുണ്ടായ അനുഭവങ്ങൾ 24-കാരനായ ഡാനിയലിനെ വേട്ടയാടിയിരുന്നു. ഇത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനു പുറമെ ഇദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ ഒക്ടോബർ 7-ന് നോവ സംഗീത ഫെസ്റ്റിവലിനിടെയുണ്ടായ ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഡാനിയലിനെ മാനസികമായി തളർത്തുകയും ചെയ്തു. അതേസമയം മകന്റെ ശവസംസ്കാര ചടങ്ങിൽ സൈനിക ബഹുമതികളോടെ നടത്തണമെന്ന അമാസികൾ ആവശ്യപ്പെട്ടുവെങ്കിലും സൈന്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. റിസർവ് ഡ്യൂട്ടിക്ക് വിളിച്ചപ്പോൾ സൈന്യത്തിൽ ചേരുവാൻ എഡ്രി ആഗ്രഹിച്ചിരുന്നുവെന്നും അമ്മ വ്യക്തമാക്കി. എന്നാൽ ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെടുന്നവരെ മാത്രമേ ആദരിക്കൂവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിലപാട്. ഗാസയിൽ കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും പലതവണ മകൻ മാറ്റിയിരുന്നുവെന്നും ഗാസയിൽ നിരന്തരം കാണപ്പെടുന്ന മൃതദേഹങ്ങളും അതിന്റെ ഗന്ധവും മറ്റു ഭീകരതയും തന്നോട് വിവരിച്ചിരുന്നുവെന്നും അമ്മ വെളിപ്പെടുത്തി. ഇതിനിടെ ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 64 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. മധ്യ ഗാസയിലെ നുസാരത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് അൽ അബ്ദ ആശുപത്രി പ്രസ്താവനയിൽ പറയുന്നത്. ഗാസ നഗരത്തിലെ അൽ റിമാൽ പരിസരത്തുള്ള അൽ സുൽത്താൻ ജലശുദ്ധീകരണ പ്ലാന്റ് ലക്ഷ്യമിട്ടുള്ള മറ്റൊരു ആക്രമണത്തിൽ 3 പേർ കൂടി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗാസയിലെ അൽ സവേദ പട്ടണത്തിലെ ഒരു കഫയിലും ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇടിച്ചുകയറി 6 പേർ മരിച്ചതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. ഗാസ നഗരത്തിലെ സെയ്ദൂൺ പരിസരത്ത് ഷെൽട്ടറായി മാറ്റിയ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അനഡോലു റിപ്പോർട്ട് ചെയ്തു. അതേ പ്രദേശത്തുള്ള ഒരു ഫലസ്തീൻ കുടുംബത്തിന്റെ വീട് ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലും വടക്കൻ ഗാസയിലെ ജബാലിയ അൽ ബലാദിലും ഇസ്രായേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഗാസ നഗരത്തിലെ ഷെയ്ഖ് റിദ്വാൻ പരിസരത്ത് ഫലസ്തീനുകൾ അഭയം പ്രാപിച്ച മറ്റൊരു സ്കൂളിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ നഗരത്തിലെ ഷെജായ പരിസരത്തുള്ള ഒരു പള്ളിക്ക് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മധ്യ ഗാസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ 2 സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ വൃത്തം അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടും 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ വംശഹത്യാ യുദ്ധം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.